ലുലിയോ ഗോറി എന്നുള്ള മെട്രോ സ്റ്റേഷൻ. ആ മെട്രോ സ്റ്റേഷൻ പ്രത്യേകത അത് മോസ്കോ നദിയുടെ മുകളിലാണുള്ളത്. 4 എക്സിറ്റാണ് അതിനുള്ളത്. അപ്പം ഇവിടെ റോപ്പ് വേ ഒക്കെ ഉണ്ട്. റോപ്പ് വേ ആണെങ്കിൽ 4 എക്സിറ്റിൽ പോയി ഇറങ്ങണം. ഇതാണ് മോസ്കോ നദി, കാണാൻ പറ്റും. മോസ്കോ നദി ഇവിടെ നിന്ന് കാണാൻ പറ്റും. മെട്രോ സ്റ്റേഷൻ ഒരു പാലത്തിൻ്റെ മുകളിലാണ്. ഒളിമ്പിക്സിന് നീന്തലും കാര്യങ്ങളൊക്കെ നടന്ന ഈ സ്റ്റേഡിയത്തിലാണ്. ആൾക്കാർ അങ്ങോട്ട് ഓടിക്കൊണ്ടേ ഇരിക്കും, എങ്ങോട്ട് പോകാണെന്ന് അറിയത്തില്ല. ഭയങ്കരമായ സ്റ്റേഡിയം. ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പ്ലോർ ദിസ്. ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് നടന്നിട്ടില്ല, അതാണ് എൻ്റെ പ്രത്യേകത. വാട്ടർ തീം പാർക്ക് പോലെയുണ്ട്. ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്ഥലം. ഇതൊരു വലിയ ഷോപ്പിംഗ് സെൻ്റർ ആക്കി മാറ്റിയിരിക്കുകയാണ്. വാട്ടർ പാർക്കാണ് കേട്ടോ, പൈസ കൊടുത്ത് കയറുന്ന വാട്ടർ പാർക്കാണ്. 3000-4000 രൂപയ്ക്ക് അതിനകത്ത് കൊടുത്ത് കയറി എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാട്ടർ തീം പാർക്ക് പോലത്തെ സാധനമാണ്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ലെന്ന് ഉറപ്പായി. കാരണം നമ്മുടെ സമയമില്ല. നമ്മളെങ്ങനെയും പൈസ കൊടുത്ത് കയറും, പക്ഷേ വി ഹാവ് നോ ടൈം. അതുകൊണ്ട് നമ്മളിവിടുന്ന് പോവാണ്. നല്ല മനോഹരമായ ലൈറ്റുകൾ. ആൾക്കാരൊക്കെ താഴെ ഇരുന്ന് ചായ വെള്ളം കുടിക്കുന്നുണ്ട്. ഇതൊരു എക്സിറ്റിൽ നിന്ന് പോകാൻ തോന്നുന്നു. 4 ബസ്സുടെ എൻട്രൻസ് എക്സിറ്റ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് ലോക പ്രശസ്തമായ ഒളിമ്പിക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഒളിമ്പിക്സിന് ഒരുപാട് ഐറ്റംസ് നടന്ന സ്റ്റേഡിയമാണ്. ഫുട്ബോൾ സ്റ്റേഡിയം ആണോ എന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. സ്പീക്കർ വെച്ചേക്കുന്നുണ്ട്. ഇവിടെ സ്വീറ്റ് മ്യൂസിക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് എഴുതിയാലേ നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ആൾക്കാരൊക്കെ പോകുന്നതിൻ്റെ പുറകിൽ പോകണം. MOSCBA Mokba means Moscow. കുട്ടികൾക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കളർഫുൾ ആയിട്ടുള്ള ആപ്പിള്, ഓറഞ്ച് മുതലായവയുടെ. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ ഗംഭീരമായിരിക്കും കേട്ടോ. രാത്രിയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഈ പാർക്കിൻ്റെ ബ്യൂട്ടി. മോക്ബ എഴുതിയിട്ടുണ്ട് ഭാഗ്യം. കോൺക്രീറ്റ് ഹാൾ റോസിയ. ലെഫ്റ്റിലോട്ട് വാക്ക് ഓഫ് ഫ്രെയിം. മോസ്കോ കേബിൾ കാർ ലെഫ്റ്റിലോട്ടുണ്ട്. മോസ്കോ കേബിൾ കാറിൻ്റെ ഒക്കെ എൻട്രി ഇവിടെയാണ്. ചുമ്മാ ആൾക്കാർ ഇടിച്ച് കയറുന്നത്. മലയ അരീന സ്പോർട്സ് ക്യാമ്പ് റൈറ്റിലോട്ട്. വീണ്ടും മോസ്കോയുടെ ഒരു മനോഹരമായിട്ടുള്ള മോക്ബ. നമ്മൾ ഐസ്ക്രീം മേടിച്ചു, വാനില ഫ്ലേവർ. ഇവിടുത്തെ ഐസ്ക്രീമാണ് 100 രൂപയാണ്. പിള്ളേർക്ക് ഐസ്ക്രീം തിന്ന് വളരെ കൂളായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇവിടെ എന്തോ വലിയ പരിപാടി നടക്കുകയാണ്. ഈ മോസ്കോയുടെ വാർഷികമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഇത് സ്റ്റേഡിയം ഗംഭീരമായ വലിയ സ്റ്റേഡിയമാണ് കേട്ടോ. ഇത് അകത്തോട്ട് ഇപ്പോൾ എൻട്രി ഇല്ല, പക്ഷേ അതിൻ്റെ പുറവശം ഇതുപോലെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. പല പല കാര്യങ്ങൾ. ഒരു സയൻസ് എക്സിബിഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരുപാട് സാധനം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോ ആൻഡ് സീ. ചെറിയ ഫോട്ടോ പ്രദർശനമാണ്. അതിനുശേഷം ഇവിടെ സോയിലിൻ്റെ പല ഘടനകൾ പഠിപ്പിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് മോസ്കോ നദിക്ക് കുറുകെയുള്ള പ്രശസ്തമായിട്ടുള്ള മോസ്കോ റോപ്പ് വേ. ഒരുപാട് ആൾക്കാർ കയറുന്ന റോപ്പ് വേ ആണ്. മോസ്കോ നദിക്ക് കുറുകെയാണ് ഈ റോപ്പ് വേ പോകുന്നത്.
ഇതൊരു ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ റോപ്പ് വേയിൽ കയറാമായിരുന്നു. ടിക്കറ്റ് എടുക്കണം, ദാറ്റ്സ് ട്രൂ. ബട്ട് ഇത് ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് മോസ്കോ റോപ്പ് വേ. ഇപ്പുറത്ത് സൈക്കിൾ പോകാനുള്ളൊരു പാത്ത്, അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള മോസ്കോ നദി. ഈ നദിയുടെ പേരിൽ നിന്നാണ് ഈ സിറ്റിക്ക് മോസ്കോ എന്ന് പേര് വന്നിരിക്കുന്നത്. ഇവിടെ ക്രൂയിസ് ഉണ്ട്. ഈ ക്രൂസിൽ കയറിയ ആൾക്കാർ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട്, കണ്ടില്ലേ? അതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ, നമ്മൾ ഇറങ്ങിയ മെട്രോ സ്റ്റേഷൻ. ആൾക്കാരൊക്കെ നിന്ന് വെയിൽ കൊള്ളുന്നുണ്ട്. തണുപ്പ് സമയത്ത് വെയിൽ കൊള്ളുന്നത് അവരുടെ ശീലമാണ്. നമുക്കെപ്പോഴും വെയിലാണ്ട്. മോസ്കോ നദിയുടെ നല്ല വൃത്തിയുള്ള വെള്ളമാണ്. ഒരു പ്ലാസ്റ്റിക് സാധനം പോലും അതിനകത്ത് ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവിടെ റിവർ ക്രൂയിസ് ഉണ്ട്. ഇഷ്ടംപോലെ ക്രൂയിസുകൾ, പല രൂപത്തിലുള്ള ക്രൂയിസുകൾ റിവറിൽ കൂടെ പോകുന്നുണ്ട്. നിറയെ ആൾക്കാരും ഉണ്ട്. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. അതിൻ്റെ പ്രത്യേകത മെട്രോ സ്റ്റേഷൻ നിൽക്കുന്നതാണ് ഈ പാലത്തിൻ്റെ മുകളിൽ. പാലത്തിൻ്റെ മുകളിലാണ് ഈ പറയുന്ന സ്പാരോ ഹിൽ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അതായിരിക്കാം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സാധനം അവിടെ കാണുന്നത്. അങ്ങോട്ട് പോകാൻ സമയമില്ല. ഇനി നമ്മൾ ഗോയിങ് ബാക്ക്. നമുക്കിന്ന് തായ് മസാജ് ഉണ്ട്. ഇത് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മുടെ കോണല്ല, ഒരു കപ്പ് ഷേപ്പിനകത്ത് ഐസ്ക്രീം നിറച്ചിരിക്കുകയാണ്. നല്ല രുചിയുള്ള വാനില ഐസ്ക്രീമാണ്. തണുപ്പൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ മഞ്ഞ് വീഴും. അപ്പോൾ ഗംഭീരമായിരിക്കും ഇതുവഴി പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലും പാർക്കാണ്. പാർക്കിൽ നിറയെ ആൾക്കാർ അങ്ങോട്ടും ഇവിടെ നടക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ളൊരു സ്ഥലവുമുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കയറി മെട്രോ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ പോയി അപ്പുറത്തിറങ്ങിയിട്ട് അവിടെ മെട്രോ സ്റ്റേഷനിൽ കയറി തിരിച്ചങ്ങ് പോകാം. നമുക്ക് ഈ നദി ഒന്ന് ക്രോസ് ചെയ്യാം. ദാറ്റ്സ് അവർ പ്ലാൻ. നമ്മൾ മോസ്കോ നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ. വലിയ നദിയാണ് മോസ്കോ നദി. ആൾക്കാർ സൈക്കിളിലും ബഹ്റൈൻ. ഓക്കെ, നദിയുടെ വീതി നോക്കിയേ. അവിടെ നമുക്ക് കേബിൾ കാർ കാണാം. എങ്ങനെ പോയി കഴിഞ്ഞാൽ നടന്നാൽ 5 മിനിറ്റ് വെള്ളെത്തും. ഒരു മെട്രോ വന്നിട്ടുണ്ട്. നമുക്കിതിനകത്താണ് പോകേണ്ടത്. സ്പാരോ ഹിൽ. ഇതാ ഒരു ബോട്ട്, ഒരു ക്രൂസ് പോകുന്നു. ടാറിങ്. അത്ര അടുത്ത് മാന്തി എടുത്തു കൃത്യമായിട്ട്, എന്നിട്ടാണ് അവർ ടാർ എടുത്തത് കേട്ടോ.
ബാക്കി വണ്ടികളൊക്കെ ഇവിടെ നിന്ന് കിടപ്പുണ്ട്. ആ വണ്ടി പോയ ശേഷം ഇതെല്ലാം കൂടെ ചേർന്ന് ഇടിച്ച് നിരത്തി പെർഫെക്റ്റ് ആക്കി മാറ്റും. ഇവിടെ താർ ഇട്ട് കഴിഞ്ഞു കണ്ടോ, അത്ര ഇടാ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ട്. നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ സ്ഥലത്ത് എത്താറായി കഴിഞ്ഞു. 3 മണി ആയിട്ടുണ്ട് സമയം. 3 മണിക്ക് നമുക്ക് തായ് മസാജ് ഉണ്ട് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ ആശുപത്രിയിൽ, ക്ലിനിക്കിൽ. അങ്ങോട്ട് ഞാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം ഇസ് ടൈം. ഇന്ന് നമ്മൾ പോയ സ്ഥലം ഒന്ന് മോസ്കോ സൂ, സിറ്റിക്കകത്തുള്ള ഗംഭീരമായിട്ടുള്ള ഒരു അൾട്രാ മോഡേൺ സൂ. ജീവിതത്തിൽ ഇതുപോലെ സൂ നമ്മൾ കണ്ടിട്ടില്ല. കാണാനും വേണ്ടി ഇടം ഉണ്ടാകത്തില്ല. ഇന്ത്യയിൽ ഇതുപോലത്തെ സൂ ഇല്ല. പിന്നെ രണ്ടാമതാണ് മോസ്കോ നദി. മോസ്കോയ്ക്ക് പേരുണ്ടാക്കി തന്ന മോസ്കോ നദി കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലുള്ള ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയം, അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു 3 ദിവസം കൊണ്ട്. ടുമോറോ വിൽ ഗോ ബാക്ക്. ഇന്ന് നമ്മുടെ നൗഷാദ് ഡോക്ടറിൻ്റെ കൂടെ ഒരു ഡിന്നറുണ്ട്. സ്പെഷ്യലായിട്ടുള്ള ഫുഡ്, ജോർജിയൻ ഫുഡാണ്, അത് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോവും. ഉണ്ണി ഡോക്ടറും വരും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇന്നലെ എടുത്ത മസാജ് ഗംഭീരമായിരുന്നു. മർമ്മ മസാജ് ആദ്യമായിട്ടാണ് മസാജ് ചെയ്യുന്നത്. ശരിക്കും മസാജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ചെയ്യിപ്പിക്കേണ്ടതാണ്. കാരണം ബോഡിയിൽ രക്തയോട്ടം കൂട്ടാൻ ഇതിൽ നല്ലൊരു വേറൊരു സാധനം വേറെ ഇല്ല. പല അസുഖങ്ങളും രക്തം കൃത്യമായിട്ട് ഓടാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ രക്തം കൃത്യമായിട്ട് ഓടും. അവർക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഭാഗത്താണ് തടിപ്പുള്ളത്, ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ അത് ആ രീതിയിൽ അവർ ഉടച്ചു വിടും, അല്ലെങ്കിൽ ആ മർമ്മത്തിൽ പ്രഷർ ഉപയോഗിച്ച് അവർ ചെയ്യും. ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. ഇന്ന് തായ് മസാജ്, നമ്മുടെ മസാജ് ഇന്നലെ എണ്ണ ഉപയോഗിച്ചിട്ടായിരുന്നു. മുഖത്തൊക്കെ വെളിച്ചെണ്ണ, സുഗന്ധമുള്ള വെളിച്ചെണ്ണയും ശരീരത്തിൽ സ്പെഷ്യലായിട്ടുള്ളൊരു കൂട്ടുള്ള എണ്ണയായിരുന്നു. പക്ഷേ തായ് മസാജിന് എണ്ണയില്ല. അവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. എനിവേ 2 മിനിറ്റ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെ പോവുകയാണ് തിരിച്ച്. നമ്മുടെ നൗഷാദ് ഡോക്ടറും ഉണ്ണി ഡോക്ടറും കൂടെ ചേർന്ന് എനിക്കൊരു ഡിന്നർ, അതെ ഉണ്ണി ഡോക്ടറും ചേർന്നിട്ട് എനിക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അമ്മയുടെ വകയാണ് ഡിന്നർ. അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മലയാളി മോസ്കോ അസോസിയേഷൻ. അപ്പോൾ ഇവിടെ ഒരു ജോർജിയൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ജോർജിയൻ രീതിയിലുള്ള ഭക്ഷണമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വന്നിട്ട് പറയാം എന്തൊക്കെയാണത്. അവരെനിക്കൊരു മത്രോഷ്ക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതുപോലത്തെ 7, 21 അങ്ങനെ ഒരുപാട് സാധനം വരും. ഇതിനകത്ത് 7 എണ്ണം ഉണ്ട്. 7 എണ്ണം വരും. അത് നമുക്ക് പിന്നെ എടുത്ത് കാണാം. പിന്നെ ഒരു മോസ്കോയുടെ എംബ്ലം ഉള്ള ഒരു കീ ചെയിന്, പിന്നെ റഷ്യയുടെ എംബ്ലം അല്ലേ, റഷ്യയുടെ എംബ്ലം ഉള്ള ബാൾഡ് ഈഗിൾ, 2 തലയുള്ള ഈഗിൾ, പിന്നെ സിഗ്നേച്ചർ ടീഷർട്ട്. ഇത്രയും സാധനം തന്നിരിക്കുകയാണ്. ഇത് തന്നെ പറഞ്ഞു വിടാനാണ് പരിപാടി. ഇതെന്താണ് സാറേ സാധനം? ലൈം ജ്യൂസ്. ഇത് പിന്നെ ഒരു ലെമണേഡ്. ഇതെന്തൊക്കെയാണ് സാർ പറയണം? ഇതിൽ എല്ലാം പിന്നെ ഇത് ബീറ്റ്റൂട്ട്, ഇത് സ്പൈനാച്ച്, ഇത് കാബേജ്, ഇത് പിന്നെ നമ്മുടെ വഴുതനങ്ങിന്റെ ഉള്ളിൽ നട്ട്സ് ആണ്. സ്വീറ്റ്സ് ആണോ? അല്ലേ, നട്ട്സ് അല്ല, എല്ലാം പിന്നെ സലാഡ്സ് ആണ്. സലാഡാണോ? ഇത് നല്ല വേറെ ടൈപ്പ് സലാഡ്. ഇതെന്ത് ഈ കഷ്ണം? അത് പിന്നെ ഇതാണത്, അറിയോ? അതെ, പിന്നെ അതും ഇതാണ് എഗ് ആണ്. എഗ് പ്ലാന്റ് അല്ലേ? അടുത്ത സാധനം വന്നു. താങ്ക് യു. ഇതന്നെ സാറേ സാധനം? ഇത് ഇവരുടെ ഇത് പിന്നെ വഴുതനങ്ങ, ഇതൊക്കെ ചീസ് മേലെ അടിയിൽ വഴുതനങ്ങ, പിന്നെ തക്കാളിയൊക്കെ ഇട്ട് വെജിറ്റബിൾസ് ആണ്. ഇത് പിസ്സ അല്ല, അവരുടെ ഹച്ചാപുരി, അവരുടെ ഏറ്റവും വലിയ അവരുടെ റൊട്ടിയാണോ? അവരുടെ റൊട്ടി, അവരുടെ
അടിപൊളി ചീസ് റൊട്ടി. നമ്മളെ ചീസാണ്. ഇതിനെ ഹച്ചാപ്പൂരി എന്ന് പേര്. ഹച്ചാപ്പൂരി അല്ലേ? എന്തായാലും ഒരു വെറൈറ്റി ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്ത ഫുഡാണിത്. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞുതരാൻ പറ്റുന്നത്. നമ്മൾ വന്ന് എന്ത് ഓർഡർ ചെയ്യും? അതെ, ഇതാണ് ഇവരുടെ റൊട്ടി ഹച്ചാപൂരി. അല്ല സുമനെ വരയ്ക്കാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ. തുളസിയില വരെ ഇതിനകത്തുണ്ട് കേട്ടോ. ജോർജിയൻ തുളസിയില. ലാമ്പ്, അതിൻ്റെ ഉള്ള എരിവുള്ള ചമ്മന്തി, പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾ ഇത് ഇതാണ് പോമിഗ്രാനൈറ്റാ. വന്ന കൈ കൊണ്ട് തന്നെ തന്നെ. ശരി കേട്ടോ. ഇത് നമ്മൾ സോസാന്നല്ല, ഇത് പോമിഗ്രാനൈറ്റിൻ്റെ ചമ്മന്തിയാണ്. ഇത് എരിവുള്ള ചമ്മന്തി, ഇത് മുളക് ചമ്മന്തി, ഇത് ബീട്രൂട്ടിൻ്റെ സലാഡ്, ഇത് സ്പിനച്ചിൻ്റെ സലാഡ്, നമ്മൾ ചീര സലാഡ്. ഇത് വാല്യൂ അഡീഷൻ നടത്തി ഗംഭീരമായിട്ട് ഫുഡാക്കി മാറ്റിയിരിക്കുകയാണ് ജോർജിയൊക്കെ. അതിലൊക്കെ കുറച്ച് നട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെല്ലാം നട്ട്സ് ഉണ്ട്. ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യും. കിട്ടുന്നു കബാബ്. അതും ലാമ്പുണ്ട്. ചിക്കനൊന്നും ഓർഡർ ചെയ്തു. ലാമ്പാണ് ടേസ്റ്റ്. നല്ല രുചിയുള്ള എരിവ്. മോമോസ്, വലിയ മോമോസാണ് കണ്ടില്ലേ, തൊപ്പി പോലെ. നമ്മുടെ നാട്ടിൽ ചെറുതാണ് കിട്ടുന്നത്. വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അടിപൊളി സാധനം അല്ലേ? നീ കഴിച്ചില്ല? നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. വെള്ളം പോകരുത് സാറേ, വെള്ളം പോകാതെ പിടിക്കണം. ഇന്ത്യ കുത്തിയാകുമ്പോൾ വെള്ളം പോയി. ഇത് പിന്നെ ഇത് ബറാന അഗവിയത്.
ഇതിലൊന്നും കിട്ടും ചിലപ്പോൾ ചിക്കൻ്റെ വരും അതിൻ്റെ ഉള്ളിൽ കിട്ടും. ഇത് ഹെവി മോമോസ് ആണ് ഇവിടെ, നാട്ടിലെ പോലെ ചെറുതല്ല. ഐസ്ക്രീം, കേക്ക്. കേക്ക് ആണ് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ആണ്. ഇത് ഹോട്ടാണ്, ഹോട്ട് ചോക്ലേറ്റ് ആണ്. ചാടും ചാടും ഇത് കൊണ്ടുവന്നല്ലോ. ഹോട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം ഇത് രണ്ട് ചേർത്തിട്ടാണ് കഴിക്കാം. ഇതങ്ങ് എടുത്തോ. അതൊരു സ്ട്രോബെറി സെർവിങ് എന്ന് പറഞ്ഞ ഭംഗി തന്നെ കാണും. ഹോട്ട് ചോക്ലേറ്റ് വിത്ത് ഐസ്ക്രീമാണ് നമ്മൾ പറഞ്ഞത്. ഒരു പീസ് സ്ട്രോബെറി ഉണ്ട്. ഒരു മേത്ത മേത്ത എന്നല്ല പേര്. മേത്ത എന്ന് പറഞ്ഞാൽ മറ്റേ മിൻറ്റ്. നമ്മുടെ മോസ്കോ 7 കുന്നുകളുടെ മുകളിലാണ് നിൽക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും ഉയരം കൂടിയ കുന്നിലാണ് നമ്മളുള്ളത്, സ്പാരോ ഹിൽസ്. ഇതാണ് പ്രശസ്തമായ മോസ്കോ യൂണിവേഴ്സിറ്റി, മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾ രാത്രി ഈ ഭംഗിയുള്ള സമയത്ത് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. ഇത് കണ്ണത്താ ദൂരത്ത് പരന്നു കിടക്കുകയാണ്. അടുത്ത് വരുന്നതോടെ ഇത് വലുതായി തോന്നുന്നു. അതെ, ഒരുപാട് ഹെക്ടേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ സ്റ്റൈലിൽ തന്നെ ഒരുപാട് വേറെ കെട്ടിടങ്ങളുണ്ട്. ഈ സ്റ്റൈലിൽ തന്നെ ആണ് എല്ലാം പണിത്. ഇതിനകത്തല്ലേ ബാക്കിലായിരിക്കും. ഇതിന്റെ ചുറ്റും ഇതിന്റെ സൈഡിലൊക്കെ ഈ ആർക്കിടെക്ചറിൽ ഈ ആർക്കിടെക്ചറിൽ തന്നെ ഇതിനകത്ത് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. മാത്രമല്ല ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അറിയത്തില്ല, പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാച്യൂസും ഒരുപാട് ആർക്കിടെക്ചറൽ വാല്യൂസ് ഉള്ള സാധനങ്ങൾ ഇതിനകത്ത് ഒരു ചേർത്തിട്ടുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾ. അതുകൊണ്ടാണ് ഇത്രയും ബിൽഡിംഗ് ഇത്രയും മഹത്തരമാവുന്നത്. ഇവിടെ പഠിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് ആൾക്കാർക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ഭയങ്കര എൻട്രൻസ് ആണ് മോസ്കോ യൂണിവേഴ്സിറ്റി. സാറാ മറ്റേ അദ്ദേഹത്തിന്റെ പേരെന്താ പറഞ്ഞാൽ പഠിക്കാൻ ലൊമനോസോവ് സ്ഥാപിച്ചതാണ്. ലൊമനോസോഫ് എന്ന് പറഞ്ഞ ഒരാള്, പുള്ളിക്കാരൻ ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ നടന്ന് വന്ന് അവസാനം സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണിത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അല്ലേ സാറേ? ഇദ്ദേഹമാണ് നമ്മൾ പറഞ്ഞ നായകൻ മിഖായേൽ വാസിലേവ് ലൊമനോസോവ്, ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ആള്. ഒരുപാട് പ്രതിമകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രതിമ അദ്ദേഹത്തിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. 1711 to 1711 ഏത് കാലമാണ് സാറേ ഇത്? 1711 to 1765. പടച്ചവനെ, ഇവിടെ വന്ന് മറ്റേ മുഗളന്മാർ ഭരിക്കുന്നേ ഉള്ളൂ ഇന്ത്യയിൽ. ഇവിടെ സാർ ചക്രവർത്തി ഭരിക്കുക. ആ സമയത്ത് ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ് മോസ്കോ യൂണിവേഴ്സിറ്റി. ന്യൂ ഇയറിന്റെ സമയത്തൊക്കെ ഇവിടെ ഇത് പണിതത് സ്റ്റാലിന്റെ സമയത്തല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു സ്ഥലം കൊടുത്തിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ വെച്ചത് സ്റ്റാലിനാണ്. അതാണ് ലോകകപ്പ് നടന്ന ലുഷ്നിക്കി സ്റ്റേഡിയം. നമ്മൾ ഉച്ചയ്ക്ക് പോയിരുന്നു അവിടെ. ഇതേപോലെ സുഹൃത്തുക്കൾ, നമ്മൾ മോസ്കോ ഇന്റർനാഷണൽ എയർപോർട്ടിനകത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബഹ്റിൻ വഴിയാണ് ഫ്ലൈറ്റ്, ഗൾഫ് എയർ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഞാൻ ഇവിടെ ഇരുന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. പക്ഷേ കൃത്യസമയത്ത് ഇവിടെ എത്താൻ പറ്റി. ഇവിടെ എല്ലാം ഓപ്പണാണ്. പക്ഷേ വിദേശ അമേരിക്കൻ കടകളും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാം റഷ്യൻ രീതിയിലുള്ള കടകളാണ്. റഷ്യയുടെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലെ കടകളാണ്. നമുക്ക് E6 പോകേണ്ടത്. നമ്മൾ ഗൾഫ് എയറിനകത്ത് കയറി ഇരിക്കുകയാണ് ബഹ്റൈനിലേക്ക് പോകാൻ വേണ്ടി. രാവിലെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ രാവിലെ 4:30 അലാറം വെച്ച് കിടന്നു. പക്ഷെ അതിനു മുമ്പ് എൻ്റെ നാട്ടിലെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുമ്പം ഇവിടുത്തെ സമയവും ഇവിടുത്തെ വൈഫൈ കണക്ട് ചെയ്യുമ്പം നാട്ടിലെ സമയമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഓഫ് ചെയ്തിട്ട് മാനുവലായിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് അലാറം വെച്ചു. പക്ഷേ ഇത് സമയം വീണ്ടും പുറകിലേക്ക് പോയി. അങ്ങനെ ഞാൻ ഇതിനകത്ത് 3:30 നോക്കുമ്പോൾ ശരിക്കും രാവിലെ 6 മണിയായി. എന്നിട്ട് 6:10 പിന്നെ പറന്നവിടെ.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ച് ബഹ്റിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് മോസ്കോയിൽ നിന്ന്. ബഹ്റിനിൽ നിന്ന് നേരെ ട്രിവാൻഡ്രത്തേക്കാണ് യാത്ര ചെയ്ത് പോകുന്നത്. നാളെ രാവിലെ ട്രിവാൻഡ്രത്തെത്തും. അതോടുകൂടി എൽബ്രൂസ് എക്സ്പെഡീഷൻ കംപ്ലീറ്റഡ് ആവും. ഇനി നമുക്ക് അടുത്ത അന്റാർട്ടിക്കയിലെ എക്സ്പെഡീഷനാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. അതിലാണ് ഇനി അടുത്ത കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എൽബ്രൂസ് എക്സ്പെഡീഷൻ ഗംഭീരമായിരുന്നു, ക്ലൈംബ് ഗംഭീരമായിരുന്നു. ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. റഷ്യയിൽ മോസ്കോയിൽ വന്നിട്ട് ഒരുപാട് മലയാളികളെ പരിചയപ്പെടാൻ പറ്റി. ക്ലൈംബ് സമയത്ത് പുതിയ ഒരുപാട് ടീംസിനെ പരിചയപ്പെടാൻ പറ്റി. ഏതായാലും വേറിട്ടൊരു അനുഭവം, വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവസഹായം കൊണ്ട് എല്ലാം സക്സസ്ഫുള്ളായിട്ട് നടന്നു. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.